വീട്ടിലേക്ക് എത്തുമ്പോൾ സുധി നിധിയോട് പറയും, നമ്മൾ ഹോസ്റ്റലിൽ നോക്കാൻ പോയ കാര്യം ഇവിടെ ആരോടും പറയണ്ട, സുഭാഷേട്ടന് മാത്രമേ അറിയൂ. ഹരീഷിനും നികേഷും ഒക്കെ അറിഞ്ഞാൽ അവർക്ക് വിഷമാകും, പ്രത്യേകിച്ച് നികേഷിന്. നിധി ചോദിക്കും, നാളെ അവരെ അറിയില്ലേ? സുധി പറയും, നാളെ അറിയുമ്പോൾ അറിഞ്ഞോട്ടെ, അത് പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സോൾവ് ആക്കിക്കോളാം, ഇല്ലെങ്കിൽ ഞാൻ അവരുടെ മുന്നിലൊക്കെ ഒരു കള്ളനാവും. ആ സമയത്ത് വല്യച്ഛൻ പോലീസിനെ കൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. എല്ലാവരും പുറത്തിറങ്ങി വരുമ്പോൾ ഭാസ്കരനും ഒരുങ്ങി വരും. സുഭാഷ് പോലീസിനോട് കുറേ അപേക്ഷിക്കും. പക്ഷെ അച്ഛൻ പറയും, നീ ഇങ്ങനെ പിച്ചക്കാരെ പോലെ അപേക്ഷിക്കലടാ, ആണുങ്ങൾക്കുള്ളതാ ജയില്, ഞാൻ പോയിട്ട് ഇങ്ങോട്ട് വരാൻ വരും എന്ന് പറയും. എന്നിട്ട് ചേട്ടനെ പിടിച്ച് ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തു. ആരും വലിയൊരു മൈൻഡ് വെക്കാത്തത് കാണുമ്പോൾ നിധി ചോദിക്കും, എന്താ ഇത്, നിങ്ങളുടെ അച്ഛനല്ലേ പോലീസ് അറസ്റ്റ് ചെയ്തത്? സുഭാഷ് പറയും, അതൊന്നുമില്ല, അച്ഛനെ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാ, അവരിങ്ങും കൊണ്ടുവരും. എല്ലാവരും കഞ്ഞി കുടിക്കുമ്പോൾ നിധി അവിടേക്ക് വരികയാണ്. നിധിക്ക് ചെയർ കൊടുക്കാൻ പറയുമ്പോൾ നിധി പറയും, വേണ്ട, ഞാനിവിടെ ഇരുന്നോളാന്ന് പറയും. നിധി കഞ്ഞി കുടിക്കാൻ തുടങ്ങുമ്പോൾ ചോദിക്കും, എല്ലാവരും എന്താ കാഷ്വലായിട്ട് ഇരുന്ന് കഴിക്കുന്നത്, അച്ഛനെ പോലീസ് കൊണ്ടുപോയിട്ടും? നികേഷ് പറയും, എന്തിനാ പേടിക്കുന്നത്, ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ സുധിക്ക് പേടിയാവും. സുധി പറയും, അറസ്റ്റൊന്നുമല്ല, അവർ ജസ്റ്റ് കൂട്ടിക്കൊണ്ടുപോയതാന്ന് പറയും. നിധി പറയും, അതിനെ തന്നെ അറസ്റ്റ് എന്ന് പറയാം. ശരിക്കും എന്താ പ്രശ്നം എന്ന് നോക്കുമ്പോൾ നികേഷ് പറയും, ഇത് സാധാരണ സംഭവിക്കുന്നതാ, അച്ഛൻ വലിയച്ഛനെ തല്ലും, വലിയച്ഛൻ കൊണ്ടുപോയി കേസ് കൊടുക്കും, പോലീസ് വരും. സുഭാഷ് പറയും, സ്വത്തിനെ സംബന്ധിച്ചുള്ള തർക്കമാണ്, നമ്മൾ പന്തിലിട്ട സ്ഥലമില്ല എന്ന് പറയുമ്പോഴേക്കും സുധിയിൽ കയറി ഇടപെട്ടിട്ട് ഓരോ നുണക്കഥകളിങ്ങനെ പറയാണ്. ഈ സ്വത്തൊക്കെ കുറേ സ്വത്തുണ്ടായതുകൊണ്ട് അവർ ശരിയായിട്ട് വീതം വെക്കാത്തതുകൊണ്ടാണ് ഈ വീട് പോലും ശരിക്ക് റെനോവേറ്റ് ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ. സുഭാഷ് പോയിട്ട് നിധിയോട് ഹോസ്റ്റൽ റൂം കിട്ടാത്തതിനെ പറ്റിയൊക്കെ സംസാരിക്കുക. നിധി പറയും, ആധാർ കാർഡൊക്കെ കയ്യിലുണ്ടായിരുന്നാ, എവിടെ മിസ്സായിപ്പോയി. സുഭാഷ് ഏട്ടാ, എനിക്കൊരു ഭാഗം ചെയ്യോ, എനിക്ക് എവിടെയെങ്കിലും ഒരു റൂം എടുത്തു തരുമോ? സുഭാഷ് പറയും, പെൺകുട്ടിക്ക് റൂം കിട്ടുക കുറച്ച് പാടാണ്, സുരക്ഷയൊക്കെ നോക്കണ്ടേ നമ്മൾ? ഏതായാലും ഞാൻ നോക്കാം, അതുവരെ ഇവിടെ താമസിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ? നിധി പറയും, ഇല്ല, പക്ഷേ പെട്ടെന്ന് തന്നെ നോക്കണം. നിധി പോയി കഴിയുമ്പോൾ സുധി പറയും, ഞാൻ വിചാരിച്ച പോലെയൊക്കെ നടക്കുന്നുണ്ട്, പിന്നെ നാളെ തന്നെ സുഭാഷ് ഏട്ടാ റൂം ശരിയാക്കി ഇങ്ങോട്ട് വരാഞ്ഞാൽ മതി. അവള് നാളെ റൂമിനെ പറ്റി ചോദിച്ചാലോ? എൻ്റെ സുഭാഷ് ഏട്ടാ, അവളിവിടെ നിന്നാലല്ലേ എന്നോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുള്ളൂ. ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ അവൾ തന്നെ കുറേ കഴിയുമ്പോൾ പറയും, എനിക്ക് ഈ വീട് വിട്ട് പോകണ്ടാന്ന്. റൂമിലെത്തിയിട്ട് നിധി സുഭാഷ് ഏട്ടാന്ന് വിളിക്കും. സുഭാഷും സുധീഷും കൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ നിധി പറയും, ഈ റൂമിന് ലോക്കില്ല. സുധി പറയും, നാളെ തന്നെ കാർപ്പൻറ്ററെ വിളിച്ച് റെഡിയാക്കാന്ന് പറയും. സുഭാഷ് പറയും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സുഭാഷ് അപ്പുറത്തേക്ക് പോവാണ്. സുധിയാണെ നിധിയെ നോക്കി നിന്നിട്ട് മനസ്സിലിങ്ങനെ ഓരോ പൈങ്കിളി കാര്യങ്ങൾ പറയാണ്. നിധിക്ക് എന്താ? സുധീർ, ഒന്നുമില്ല, സുഭാഷ് ഏട്ടാ ഇപ്പോൾ വരും. സുഭാഷ് പോയിട്ട് ഒരു ചുറ്റിക ആണിയൊക്കെ ആയിട്ട് വന്നിട്ട് ആ ഡോറ് ശരിയാക്കി കൊടുക്കും. സുധി ഇവരുടെ കൂട്ടത്തിൽ വന്ന് കിടക്കുമ്പോൾ നികേഷും ഹരീഷും കൂടി അത് ചോദ്യം ചെയ്യാണ്. സുധിയാണ് ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. സുധി പറയും, സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിയാതെ ഞാൻ ആ റൂമിൽ കിടക്കില്ലെന്ന് സത്യം ചെയ്തു കൊടുത്തതാ. നികേഷ് പറയും, ഇത് വിശ്വസിക്കാൻ ഭയങ്കര പാടാ. രാവിലെ നിധി എഴുന്നിട്ട് കൊലായിൽ വരുമ്പോൾ അച്ഛനിങ്ങനെ ഓരോന്ന് പറയുന്നതാ കേൾക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് ചിരി വരും. നികേഷ് അകത്തുനിന്ന് പറയും, ഇങ്ങനെ ആരാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിട്ടത്, ഒരാഴ്ച അവിടെ കിടത്തിക്കൂടായിരുന്നു. സുഭാഷ് പറയും, നികേഷേ, അത് നമ്മുടെ അച്ഛനാ. നിധി അടുക്കളയിൽ വന്നിട്ട് അച്ഛനെ വിട്ടതിനെ പറ്റി ചോദിക്കുമ്പോൾ സുഭാഷ് പറയും, ഇന്നലെ തന്നെ വിടണ്ട, പിന്നെ അച്ഛൻ അവരോട് എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞു കാണും, ചായ എടുക്കണ്ടെന്ന് ചോദിക്കുമ്പോൾ നിധി പറയും, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഒരു മൊന്തയിൽ വെള്ളമായിട്ട് നിധി പോകുമ്പോൾ നികേഷിൻ്റെ കാല് തട്ടിയിട്ട് നിധിയുടെ കയ്യിൽ നിന്ന് ആ വെള്ളം ഹരീഷിൻ്റെ മേലേക്ക് ചിന്തുകയാണ്. ഹരീഷാണെങ്കിൽ ഉറക്കത്തിനീറ്റിട്ട്, ആരാടാ എൻ്റെ മുഖത്ത് വെള്ളം വെച്ചതെന്നൊക്കെ അങ്ങനെ ഉറക്കെ പറയും. ഇതൊക്കെ കേട്ടിട്ട് നിധി കരയുക. ആ സമയത്ത് സുഭാഷ് അങ്ങോട്ട്